അവരുടെ ജീവിതാനുഭവങ്ങളല്ല നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ. അവരുടെ ദൈവവിളിയല്ല നിങ്ങളുടെ ദൈവിക നിയോഗം. ദൈവിക നിയോഗം ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഗലാത്യ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് ക്രിസ്തുവിനെ പൗലോസിൻ്റെ ഉള്ളിൽ വെളിപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ പൗലോസിൻ്റെ കൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം പ്രസാദിച്ചപ്പോൾ പൗലോസ് ചെയ്തൊരു കാര്യമുണ്ട്. മാംസരക്തങ്ങളോട് ആലോചന ചോദിച്ചില്ല. പൗലോസിനേക്കാളും മുതിർന്ന അപ്പോസ്തലന്മാർ യെരുശലേമിലുണ്ട്. അവരുടെ അടുക്കൽ പോയി ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചില്ല. അപ്പോസ്തലനായ പൗലോസിന് പ്രാർത്ഥനാ ജീവിതത്തിൽ ദൈവം കൊടുത്ത വെളിപ്പാടിനകത്താണ് പൗലോസ് സഞ്ചരിച്ചത്. ഇവിടെ ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്: സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. നോക്കിയാട്ടെ, പൗലോസ് പറയുന്നു, ഞാൻ അറിയിച്ച സുവിശേഷം ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചിട്ടില്ല, ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പ്രാപിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ ഞാൻ പ്രാപിച്ചത്. കുരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് പോലെ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും. അതെ, ഈ കാലഘട്ടത്തിലും പലരോടും സുവിശേഷ വേലയോട് ബന്ധപ്പെട്ടും അവരുടെ ആത്മീക ജീവിതത്തിൽ ബന്ധപ്പെട്ടും പലരോടും അഭിപ്രായങ്ങളും ആലോചനയും ചോദിക്കുന്നവരാണ്. മുതിർന്നവരോട് ആലോചന ചോദിക്കുന്ന തെറ്റൊന്നുമല്ല. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ വ്യക്തമായ നിയോഗത്തിനകത്ത് സഞ്ചരിച്ചു. കാരണം ഒരു വ്യക്തിയുടെ അഭിപ്രായം ചോദിച്ചാൽ, അല്ലെങ്കിൽ ആലോചന ചോദിച്ചാൽ, ആ വ്യക്തിയുടെ അഭിപ്രായങ്ങളും ആ വ്യക്തിയുടെ ആലോചനകളും ആ വ്യക്തിയുടെ അനുഭവങ്ങളുമായിരിക്കും പറയുന്നത്. അതൊരിക്കലും നിങ്ങളുടെ അനുഭവങ്ങളല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതാനുഭവങ്ങളല്ല നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ. അവരുടെ ദൈവവിളിയല്ല നിങ്ങളുടെ ദൈവിക നിയോഗം. ദൈവിക നിയോഗം ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. മാനുഷിക ശബ്ദത്തിന് ചെവി കൊടുത്തുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്താൽ, മാനുഷിക ആലോചനയ്ക്ക് ചെവി കൊടുത്തുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്താൽ പലപ്പോഴും നിരാശയും പരിഭവങ്ങളുമായിരിക്കും ഫലം. പക്ഷേ വ്യക്തമായ ദൈവനിയോഗത്തിനകത്തുകൂടെ താങ്കൾ സഞ്ചരിക്കുകയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു. അതേ പ്രിയരെ, ഈ കാലഘട്ടത്തിലും മാനുഷിക ശബ്ദത്തിന് ചെവി കൊടുക്കാതെ, മാനുഷിക അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കാതെ, മാനുഷിക അനുഭവങ്ങൾക്ക് ചെവി കൊടുക്കാതെ ദൈവത്തിൻ്റെ നിയോഗത്തിനകത്ത് താങ്കളെ ദൈവം വിളിച്ച് എന്തിനാണോ അതിനകത്തുകൂടെ സഞ്ചരിച്ചുകൊണ്ട് ജയം പ്രാപിച്ചവനായി, നല്ല പോർ പൊരുതി ഞാൻ ഓട്ടം തികച്ചു എന്ന് പറയത്തക്ക നിലവാരത്തിൽ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് പ്രാർത്ഥനയിൽ ദൈവത്തോട് യാചിക്കാം. പ്രാർത്ഥനയിലൂടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കാം. ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.